ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കഞ്ഞി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവരെ വണ്ടി ഇട്ട് തട്ടി ഇടാതെ മറിച്ചിടാതെയും അതുപോലെ വണ്ടി തട്ടിയിട്ടിട്ടങ്ങ് പോവാം. ഉദ്യോഗസ്ഥരൊന്നും നോക്കുന്നില്ല. രാത്രികാലങ്ങളിലെല്ലാം ടൂ വീലറെല്ലാം വന്ന് ഇതിനകത്ത് വീഴുകയാണ്. ദിവസം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ടാണ്. ഇത് കലഞ്ഞൂർ പാടം മാങ്കോട് റോഡാണ് ഈ സ്ട്രൈറ്റ് കാണുന്നത്. മാത്രമല്ല ഇത് മൂവാറ്റുപുഴ റോഡാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഗർത്തം ഉണ്ടായിട്ട് ഇപ്പം തന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളാരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതുമില്ല. PWൻ്റെ വകയിലായാലും ഒരു തീരുമാനം ഇന്ന് ഈ സമയം വരെ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല നിത്യേന ഒരുപാട് അപകടം നടക്കുന്ന ഒരു ഏരിയയും കൂടാണിത്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്. പിന്നെ വയസ്സായ ഒരുപാട് നല്ല പ്രായം ചെന്ന വയസ്സായ അമ്മമാരും അച്ഛന്മാരൊക്കെ നടക്കുന്നതും പാതയും കൂടാണിത്. അപ്പോൾ വളരെയധികം ശോചനീയ അവസ്ഥയായിട്ടാണ് ഇത് കിടക്കുന്നത്. മാത്രമല്ല ഒരു വണ്ടി കഴിഞ്ഞ ദിവസം ഒരു വാഹനം വന്ന് ഇടിച്ചാണ് ഈ ലൈറ്റ് പൊട്ടിച്ചത്. ഈ ലൈറ്റ് പൊട്ടിച്ചിട്ടതും ഈ കുഴി കാരണമാണ് ആ വാഹനം ഇടിക്കാൻ കാരണമായത്. അപ്പം നിത്യേന അപകടം നടക്കുന്ന ഒരു മേഖലയാണ് ഇത്. അധികാരിപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് ഇതൊന്ന് പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ കലഞ്ഞൂർ മാങ്കോടം റൂട്ടിൽ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഏറ്റവും കൂടുതലും വാഹനങ്ങൾ അടിച്ചു കയറി ഒരൊറ്റ പോക്കാണ് പോകുന്നത്. പക്ഷേ വാഹനം നിർത്തുന്നില്ല. എന്തൊക്കെയായാലും നമ്മൾ ബൈ റൂട്ടിൽ നിന്ന് വന്ന് ചാടുമില്ലേ, ബൈ റൂട്ടിൽ നിന്ന് വന്ന് ചാടുമ്പോൾ ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പീഡ് കുറയ്ക്കുന്ന ഒരു സംവിധാനം പോലും ഇവിടെ ഇല്ല. അപ്പം നേരെ വരിക, ഒരൊറ്റ പോക്ക് പോവുക. മെയിൻ റോഡ് ആരും ശ്രദ്ധിക്കുന്നതുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് കലഞ്ഞൂർ മാങ്കോട് പാടം റൂട്ടാണ്. അപ്പം ഏറ്റവും കൂടുതലും വാഹനങ്ങൾ ഈ ബൈ റൂട്ടിൽ നിന്ന് വന്ന് മെയിൻ റോഡിൽ ചാടുന്ന ഒരു ഏരിയയും കൂടാണത്. ഇത് കലഞ്ഞൂരിൻ്റെ മെയിൻ ജംഗ്ഷനും കൂടാണിത്. അപ്പോൾ ഈ ഗർത്തം നമ്മൾ കണ്ടില്ലെന്ന് ഒരിക്കലും നടിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടെയാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് നമുക്ക് PWയുടെയും വേണ്ടപ്പെട്ട അധികാരികളോട് നമുക്ക് പറയാനുള്ളത്. കലഞ്ഞൂർ പത്തനംതിട്ട മൂവാറ്റുപുഴ റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. പാടം റൂട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. പാടത്തോട്ട് തീരുന്ന ഭാഗത്തൊരു വലതുവശത്തൊരു കുഴി, അവിടെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. പലപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. വണ്ടികളെല്ലാം അതിഭയങ്കര ഓവർ സ്പീഡിലാണ് വരുന്നത്. അതുപോലെ പാടത്തു നിന്ന് വണ്ടി വരുന്ന ബസ്സുകളായാലും ഓട്ടോയായാലും ഓവർടേക്ക് വന്ന് ഭയങ്കര ഓവർ സ്പീഡിൽ വണ്ടി വന്നിട്ട് ഓരോരുത്തരെ ഇടിക്കുന്നുണ്ട്. എന്നെ കഴിഞ്ഞ മെയ് 8-ാം തീയതി എന്നെ ഒരു ഓട്ടോറിക്ഷ തട്ടിയിട്ടു ആക്സിഡൻ്റ് ഉണ്ടായി. പിന്നെ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി. ആ ആളിൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു. പിന്നെ MACT കേസാക്കിയിട്ടുണ്ട്. നിരന്തരം ഒരു അപകടം ഉണ്ടാകുന്നുണ്ട്. പാടത്തുനിന്ന് വണ്ടികൾ വരുന്നത് ഓവർ സ്പീഡിലോട്ടാണ് പത്തനാപുരത്തോട്ട് പോകുന്നത്. വണ്ടികളെല്ലാം പോകുന്നത് അതിഭയങ്കര സ്പീഡിലാണ്. ഈ സ്പീഡ് കുറയ്ക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഭാഗത്ത് നടത്തണം. വണ്ടികളുടെ സ്പീഡ് കുറയ്ക്കാൻ, പാടത്തുനിന്ന് വരുന്ന വണ്ടിക്ക് സ്പീഡ് കുറയ്ക്കാൻ എന്തെങ്കിലും സംവിധാനം ഇവിടെ തന്നേ വെക്കത്തുള്ളൂ. മനുഷ്യന് രക്ഷയാണ് വേണ്ടത്. ഇത് റെഡിയെടുക്കാനുള്ള സംവിധാനം എത്രയും വേഗം നടത്തണമെന്ന് ഞാൻ അങ്ങേയറ്റം സർക്കാരിനോടും PWയോടും പിന്നെ MVDയോടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കിടക്കുക. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ കിടക്കുക. റോഡ് പണി കഴിഞ്ഞിട്ടും അതൊന്നും ചെയ്തതും ഇല്ല, എടുത്തതും ഇല്ല, ഒന്നുമില്ല. അത് ഇതുകൊണ്ട് ഇല്ല, ലൈറ്റ് നിൽക്കുന്നില്ല. അതുപോലത്തെ ലൈറ്റ് നിന്നത് ഇടയ്ക്ക്. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അങ്ങനെ വണ്ടി തട്ടിയെന്നൊക്കെ പറയുന്നു. അല്ലാതെ പകലും തട്ടുന്നുണ്ട്. വണ്ടി തട്ടുന്നുണ്ട്. 3 മാസം കൂടുതലായി ഇങ്ങനെ കിടന്നിട്ട്. ആക്സിഡൻ്റൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇത് രാത്രികാലങ്ങളിലാണ് കൂടുതലും. കലഞ്ഞൂരിൻ്റെ ഒരു മെയിൻ ജംഗ്ഷനാണിത്. പത്തനാപുരം പാടം മാങ്കോട് റൂട്ടാണിത്. ഇവിടെ ഒരു ബമ്പും ഇല്ല, ഒരു സിഗ്നലും ഇല്ല, ഒരു സീബ്ര ലൈനില്ല, ഒന്നുമില്ല. ഇവിടെ എന്നും ദിവസവും ഇവിടെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ലൈറ്റിൻ്റെ ഇതാണെങ്കിൽ ഇത് അധികാരികളാരും നോക്കുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ഇങ്ങനെ കിടക്കുകയാണ് മാസങ്ങളായത്. വാഹനങ്ങൾ പോകാനും തിരിയാനും അവിടെ ഒരു കുഴിയെടുത്തിട്ട് തൊട്ടപ്പുറത്ത് തന്നെ അല്ല മേളിൽ നിന്നുള്ള ഓട കൊണ്ടുവന്നില്ല, അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അവിടെ നിന്ന് വരുന്ന വെള്ളമെല്ലാം കൂടെ കുത്തിനെ ഒഴുകി മെറ്റിലും മണലും എല്ലാം കൂടെ ഈ റോഡിൽ ആൾക്കാർക്ക് നടക്കാൻ വയ്യ. ഒത്തിരി സ്കൂൾ പിള്ളേർ വന്നാൽ
അവരവിടെ മറിഞ്ഞ് വീഴുകയാണ്. വീണിട്ട് പിന്നെ അവരെ ആ മെറ്റിൽ വന്ന് അവർ തന്നെ വന്ന് JCB കൊണ്ടുവന്ന് വലിച്ചു മാറ്റിയൊക്കെ ചെയ്തു. ഇപ്പോൾ ഓടയിൽ കൂടെ വെള്ളം ഇപ്പോൾ പോകുന്നില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്യുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. ആൾക്കാർക്ക് പോകാനും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ആ കുഴി എത്രയും പെട്ടെന്ന് അത് നികത്തി അതിലെ വണ്ടി പോകാത്തക്ക രീതിയിൽ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ചുമതല അവർ ചെയ്യണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇതുവരെ വരുന്നുമില്ല, കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ ഇവിടെ ഓരോ ചെറിയ ചെറിയ പണികൾ ചെയ്യുക, പോവുക. അല്ലാതെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ദയവായി ഇത് സഞ്ചാരയോഗ്യമാക്കി തീർക്കാൻ അല്ലെങ്കിൽ സഹായിക്കാം എന്ന് പറയുകയാണ്.